ഹെൽത്തി ആയിട്ടും നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പ്രോട്ടീൻ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കിയ ബനാന ബ്രെഡ് തൊട്ട് ഉച്ചയ്ക്ക് കല്യാണത്തിന് കഴിച്ച് സദ്യ വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ ഒരു പതിവിൽ മാറ്റം വരുത്തി ഇന്ന് നമ്മൾ രാവിലെയാണ് ജിമ്മിൽ പോയത്. അതിനൊരു കാരണമുണ്ട്. ഇത്രയും നാളും പറഞ്ഞ നിരഞ്ജന ജയചന്ദ്രന്റെ കല്യാണമാണ് ഇന്ന്. 11-നും 11:45 ഇടയ്ക്കായിരുന്നു മുഹൂർത്തം. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ പരിപാടിയും പെട്ടെന്ന് തീർക്കണമായിരുന്നു. ആദ്യത്തെ മീൽ സ്കിപ്പ് ചെയ്ത് എന്റെ കൂടെ കല്യാണത്തിന് വരുന്നവർക്കും വേണ്ടി കൂടുതൽ ഫുഡ് ഉണ്ടാക്കി. ഇന്നൊരു ഹൈ പ്രോട്ടീൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബനാന ബ്രെഡാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഓട്സ് എടുക്കാം. ഞാൻ എന്നും എടുക്കുന്ന അളവിലും കുറച്ച് കൂടുതലാണ് എടുത്തത്, കൂടുതൽ പേർക്ക് കൊടുക്കാൻ വേണ്ടി. ഇതിലേക്ക് 2 മീഡിയം മുട്ട, 2 മീഡിയം പഴം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും സ്വീറ്റ്സും ഇടാം. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ അത്യാവശ്യം കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അത് തന്നെ യൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം, ഇത് ഓപ്ഷണൽ ആണ്. ഇതില്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഓട്സും മുട്ടയും പഴവും ആദ്യമേ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഈ നട്ട്സും സീഡ്സും അതേപോലെ ഇന്നിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് എയർ ഫ്രയറിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 തൊട്ട് 40 മിനിറ്റ് വരെയും ബേക്ക് ചെയ്തെടുക്കണം. എയർ ഫ്രയർ ഇല്ലാണ്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഇതിന്റെ എസ്തെറ്റിക് ഷോട്ട് എടുക്കാൻ നിന്നില്ല, കാരണം ചൂടുകൊണ്ട് സമയവും പോയായിരുന്നു. പെട്ടെന്നൊരു പാത്രത്തിലേക്ക് അതെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ നേരെ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി. ഞാനും ഐശ്വര്യബിയും ഹേമാമാലിനും സുഹറയും ഗോകുലേട്ടനും കൂടെയാണ് കല്യാണത്തിന് പോകുന്നത്. ആരും വലിയ ഫുഡൊന്നും കഴിച്ചിട്ടില്ലാതുകൊണ്ട് ഞങ്ങളെല്ലാം കാറിലിരുന്ന് തന്നെ അത് കഴിച്ചു. ഇതിന്റെ ടേസ്റ്റ് ശരിക്കും നല്ലതായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു, അവരും ഇഷ്ടപ്പെട്ടു. റിവ്യൂ ഒക്കെ കമന്റിലായിട്ട് അവർ വന്നിട്ടോളൂ. ഗോകുലേട്ടൻ കാർ ഒരു 100-110 പറത്തി കറക്റ്റ് മണ്ഡപത്തില് ടൈമിന് തന്നെ എത്തി. മംഗലവും പാണിഗ്രഹണവും മണ്ഡപത്തിന് ചുറ്റുമുള്ള ചുറ്റും കണ്ട് തിരിഞ്ഞു നോക്കിയപ്പം ഇവിടെ വേറെ 2 കല്യാണം ഇപ്പം നടക്കുന്ന തോന്നുന്നത്. അങ്ങനെ സദ്യ കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പഴയതും പുതിയതുമായിട്ടുള്ള ഓഫീസിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായി. എല്ലാവരും പെട്ടെന്ന് പരിചയപ്പെടുത്താം. നേഹ, നീന, ബേസില്, മിലൻ ചേച്ചി, അക്ഷയ് ചേച്ചി, ഞങ്ങളുടെ TCSലെ മെയിൻ ആയിട്ടുള്ള രഞ്ജിത്തേട്ടൻ, വിമലേട്ടൻ, ആനന്ദേട്ടൻ, അതിലേറ്റവും മെയിൻ ആയിട്ടുള്ള കല്യാണപ്പിന്ന് നിരഞ്ജന ജയചന്ദ്രനും വിഷ്ണു കെ സജിയും, പിന്നെ സജിയേട്ടൻ, നിതേഷേട്ടൻ, അങ്ങനെ കുറെ ഏട്ടന്മാരും ഫ്രെയിമിൽ കൊള്ളാത്ത കുറെ ആൾക്കാരുമായിട്ട് നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോ എടുത്ത് അങ്ങനെ സദ്യ കഴിക്കാനായിട്ട് പോയി. വീണ്ടും കല്യാണ പെണ്ണും ചേർക്കനും ഇതാര് SI ഷമീറോ. പഴയതും പുതിയതെന്ന് പറഞ്ഞതില് പഴയ റോഷനും പഴയ ശ്രീരാഗും പഴയ ബാനുവും. ഇടതുവശത്തിരുന്ന ബാനു ഞാൻ ഡയറ്റാന്ന് പറഞ്ഞുകൊണ്ട് ചിപ്സ് എടുക്കുകയും ചെയ്തു. ഇപ്പുറത്തിരുന്ന ശ്രീരാഗിന് 2 മാങ്ങാണ്ടി കിട്ടിയെന്ന് പറഞ്ഞ് അവൻ അതും എടുത്തു. മാങ്ങാണ്ടിയും ചിപ്സും വേണ്ട, പായസം മതി എന്ന് പറഞ്ഞ് അപ്പുറത്തെ സൈഡിൽ റോഷൻ. അങ്ങനെ സദ്യ കഴിച്ച് എല്ലാവർക്കും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാരും കൂടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്ക് പോയി. പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെല്ലുവാണെങ്കിൽ 3 ആഗ്രഹങ്ങൾ പറഞ്ഞ് അവർ സാധിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ലെഫ്റ്റും റൈറ്റും സെന്ററിലും 3 പള്ളി ഉണ്ടായിരുന്നു. 3 ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം എന്താണെങ്കിലും നടക്കുമല്ലെന്ന് അറിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറി ഞാൻ കട്ടപ്പനയിലേക്ക് പോയി. അവര് തിരിച്ചും പോയി. അങ്ങനെ ബസ്സേ കയറി പകുതി ആയപ്പോഴത്തേക്കും വണ്ടി നിന്ന് പോയി, കയറ്റം കയറിയില്ല. പക്ഷെ ഇതൊന്നും അറിയത്തില്ലാണ്ട് കഥാനായകൻ ഉറക്കത്തിലായിരുന്നു. ദേടാ, ഈ സിനിമയിൽ ഞാനാ നായകൻ. നാട്ടിലെ വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം കാണാം. ഇന്ന് 40 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ് ബാക്കും പൈസം ഫോക്കസ് ചെയ്തുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നോട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് RFC ക്യാപ്ഷൻസ് ഉണ്ട്. വീൽ ചെയ്യണമെന്ന് നെക്സ്റ്റ്.